ക്രിസ്മസിൻ്റെ മഞ്ഞ് പെയ്തിറങ്ങുന്ന ധനുമാസരാവിൽ പാപത്തിൻ്റെ ഇരുളിൽ സമാധാനത്തിൻ്റെയും നന്മയുടെയും വെളിച്ചം വീശിക്കൊണ്ട് ഒരു ക്രിസ്മസ് കൂടെ വരവായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അതെ, ക്രിസ്തുമസ് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുന്ദര സുദിനമാണ്. ഒരു കഥ പറയാം. ഒരിക്കൽ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനത്തെ നോക്കി മകൻ തൻ്റെ അപ്പനോട് ചോദിച്ചു, "അപ്പ, അതെന്താണ്?" അപ്പൻ മറുപടി പറഞ്ഞു, "അത് വിമാനമാണ്. മനുഷ്യന് വേഗത്തിൽ യാത്ര ചെയ്യുവാൻ ഉള്ള വാഹനമാണത്." മകൻ്റെ സംശയം തീർന്നില്ല. അവൻ വീണ്ടും ചോദിച്ചു, "അപ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ കയറുക?" അപ്പോൾ അപ്പൻ അതിനുള്ള മറുപടി നൽകി, "മോനെ, താഴെ നിൽക്കുന്ന മനുഷ്യനെ ഉയരത്തിലെത്തിക്കാൻ വിമാനം താഴേക്ക് ഇറങ്ങി വരും. അതെ, മണ്ണിലലയുന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്താൻ സ്വർഗം വിട്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് ഒരു ആഘോഷം മാത്രമല്ല, അത് ഒരുവൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സമാധാനമാണ്. പുറമേ കാണുന്ന ശാന്തതയല്ല, ഉള്ളിൽ വിരിയുന്ന മാനസാന്തരമാണ് ക്രിസ്തുമസ്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ സന്ദേശവുമായി ലോകത്തിലേക്ക് വന്ന ദിവ്യ ഉണ്ണീശോയെ ഞങ്ങളെയും സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കണമേ. ആമേൻ.